മലയാളികളുടെ പ്രിയ നടനാണ് പൃഥ്വിരാജ്. കാലങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും യുവതാരങ്ങളിൽ ഒരാളായി പ്രേക്ഷകർ കാണുന്ന നടനാണ് പൃഥ്വിരാജ്. നന്ദനം എന്ന ചിത്രത്തിലൂടെ തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ച പൃഥ്വി ഇന്നൊരു പാൻ ഇന്ത്യൻ താരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനയത്തിന് പുറമെ സിനിമയിലെ മറ്റു മേഖലകളിലും താരം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ലൂസിഫർ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ താനൊരു മികച്ച സംവിധായകൻ കൂടെയാണെന്ന് പൃഥ്വി തെളിയിച്ചു. ചില സിനിമകളിൽ പിന്നണി ഗാനം പാടിയിട്ടുള്ള പൃഥ്വി തന്നെ ആദ്യമായി സിനിമയിലേക്ക് പാടാൻ വിളിച്ച കാര്യം പങ്കുവെക്കുകയാണ്. ദീപക് ദേവിന്റെ പുതിയ മുഖം എന്ന പാട്ടാണ് പൃഥ്വി ആദ്യമായി പാടുന്നത്. സത്യത്തിൽ എന്നെ ആദ്യം പാടാൻ വിളിക്കുന്നത് ദീപക് ദേവ് അല്ല. എന്നെ ആദ്യമായി ഒരു പാട്ട് പാടാൻ വിളിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. രഞ്ജിത്ത് ഏട്ടൻ്റെ റോക്ക് ആൻഡ് റോൾ ആണെന്ന് തോന്നുന്നു സിനിമ. അന്ന് എനിക്ക് എന്തോ കാരണം കൊണ്ട് പോവാൻ പറ്റിയില്ല. സമയത്തിൻ്റെയോ ഡേറ്റിൻ്റെയോ പ്രശ്നം കാരണമാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അതിനുശേഷമാണ് ദീപക് പാടാൻ വിളിക്കുന്നത്. എനിക്ക് അന്നും ഇന്നും പാടാൻ വളരെ ഇഷ്ടമുള്ള ആളല്ല. ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളുമല്ല ഞാൻ. എന്നെ പാട്ട് പാടാൻ വിളിക്കുമ്പോൾ ഇപ്പോഴും മടിയാണ്. ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്തിട്ടാണ് എന്നെ വിളിക്കുക. ഞാൻ ആകെ റെഡിയായി ചെന്ന് പാടിയത് വിനീത് ശ്രീനിവാസൻ വിളിച്ചപ്പോൾ മാത്രമാണ്. ഒന്നാമത്തെ കാരണം അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പ്രണവിന് വേണ്ടി ഞാൻ പാടുന്നു. പിന്നെ ഒരു പാട്ട് പാടിയാൽ അടുത്ത പടം വിനീത് എന്നെ വെച്ചെങ്ങാനും എടുത്താലോ, പൃഥ്വിരാജ് പറയുന്നു.